ഇല്ലാത്ത നിലയിൽ ഓടി ഒളിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ രാജ്യത്തിന് ഇന്ന് ഒരു അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ പൂർവികർ നേടിത്തന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ പോലും പണയം വയ്ക്കുന്ന നിലയിൽ, ആ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്ന നിലയിൽ ഏകാധിപത്യ ഭരണ രീതിയിലേക്ക് കടന്നുപോകുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ നടപടിക്കെതിരെ രാജ്യവ്യാപകമായിരുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയുടെ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് അവരെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. നിർഭാഗ്യവശാലെ അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുന്നിൽ ഒരു പരിപാടി നടത്താൻ കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലും ഉണ്ടോ? എൻ്റെ ഓർമ്മയിലില്ല. ആശ്രമത്തുണ്ട്. ഇതിനാധാരമായ വിഷയങ്ങൾ ബഹുമാന്യ MP സവിസ്തരം പ്രതിപാദിക്കും. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ BJPക്കെതിരെ ഇത്രയധികം ആഞ്ഞടിച്ച ഒരു പാർലമെൻറ്റ് സമ്മേളനം നമ്മുടെ ഓർമ്മയിലെങ്ങും ഇല്ലല്ലോ. 10 വർഷമോ 12 വർഷമോ ആയി കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാ അടവുകളെയും തകർത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ സമര പോരാട്ടങ്ങൾ പാർലമെൻറ്റിലും പുറത്തും നടത്തിയ നമ്മുടെ MP-മാർ നമുക്ക് അഭിമാനമാണ്. പങ്ക് അതിൽ വളരെ വലുതാണ് എന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് ഓച്ചിറയിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായി വർത്തമാനം പറയുന്നില്ല. മല്ലികാർജുന ഖാർഗെ AICCയുടെ പ്രസിഡന്റാണ്. ദീർഘകാല MP ആയിരുന്നു, കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു, ദളിത് നേതാവാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ മതി, ദളിത് വിഭാഗത്തിൽപ്പെട്ട ഇത്രയധികം നേതാക്കളെ വാർത്തെടുത്തിട്ടുള്ള, അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുള്ള ഒരു പാർട്ടി കോൺഗ്രസ് അല്ലാതെ ഏത് പാർട്ടിയാണ്? BJP പറയട്ടെ. ആ കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കുന്നു. നമ്മുടെയൊക്കെ വികാരമായ മല്ലികാർജുന ഖാർഗെയെ അധിക്ഷേപിച്ച നടപടി, അദ്ദേഹം പ്രസംഗിച്ച വേദി ശുദ്ധീകരിക്കുന്നു. ഇന്ത്യയിൽ ഉത്തർപ്രദേശിനെ രണ്ടായി വിഭജിച്ചാണ് ഉത്തരാഖണ്ഡ് എന്ന ഒരു സംസ്ഥാനമുണ്ടായത്. അവിടെ ഹാൽവാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു ബഹുജന റാലിയിൽ പ്രസംഗിച്ച ശ്രീ മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസിന്റെ അധ്യക്ഷൻ. അതൊരു പാർട്ടി പരിപാടിയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടിയായിരുന്നു. അദ്ദേഹം ആ യോഗത്തെ അഭിസംബോധന ചെയ്തു. നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ബഹുജനങ്ങൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. അദ്ദേഹം അവിടെ പ്രസംഗിച്ചപ്പോൾ വർഗീയ വിദ്വേഷത്തിൽ പ്രസംഗിച്ചില്ല, ഏതെങ്കിലും സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിച്ചില്ല, ഏതെങ്കിലും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പ്രസംഗം നടത്തിയില്ല, ഏതെങ്കിലും മതാചാര്യന്മാരെ അല്ലെങ്കിൽ സ്വാമിമാരെ, സന്യാസിമാരെ, അതുപോലെയുള്ള ആരെയും കുറിച്ച് അദ്ദേഹം യാതൊരു തരത്തിലുള്ള അവരെ നിന്ദിക്കുന്ന, അവരെ മോശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രസംഗവും നടത്തിയില്ല. മറിച്ച് അദ്ദേഹം നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ, ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി സമരവും അതിനെ തുടർന്ന് ഡൽഹി പോലീസ് ആ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ ക്രൂരമായ ലാത്തിചാർജിനെ കുറിച്ചും പെല്ലറ്റ് പ്രയോഗത്തെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൂടാതെ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംഭാവന കൊള്ള നടത്തിയ വിഷയത്തിൽ BJPയെയും RSSനെയും അതിനിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി ഒരു സംഘടനയാണ്. ആ സംഘടനയാണ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ പ്രസംഗിച്ച ആ വേദി, അല്ലെങ്കിൽ പ്രസംഗിച്ച് അദ്ദേഹം മടങ്ങിപ്പോയതിനു ശേഷം ആ വേദിയിൽ ശുദ്ധികലശം നടത്തിയത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത പാടായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.
നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. നാളെ നമ്മൾ രാജ്യത്തിന് 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോവുകയാണ്. അതിന് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽ ജനിച്ചു വളർന്ന് താഴെത്തട്ടിൽ നിന്ന് പടിപടിയായി കടന്നു വന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനമായ 140 വർഷക്കാലത്തെ ചരിത്രവും പാരമ്പര്യവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്നത്തെ അധ്യക്ഷൻ